ഈ സഭയിൽ കെ രമയ്ക്കെതിരെ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടല്ലോ, അത് പിന്നീട് എപ്പോഴെങ്കിലും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ? ആ ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വേറൊന്നും അവരോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ മഹദിയിൽ നിന്നാ സംബോധന ചെയ്തത് തന്നെ. അല്ല, മഹദി വിധവയായി പോയി, അത് അവരുടെ വിധി എന്ന് പറയുമ്പോൾ ആ വിധി ഉണ്ടാക്കിയതാണല്ലോ. അത് സത്യം. അവര് വിധി അവര് വിധവയായി പോയി എന്നുള്ളത് സത്യമല്ലേ? ആരാക്കി? ഞാൻ നുണ പറഞ്ഞില്ലല്ലോ. ആരാക്കി എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആരാക്കിയ? അത് നിങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും അതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. പാർട്ടി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കൊന്നും ഒരു പങ്കുമില്ല. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പങ്ക് കാണുമായിരിക്കും, നിങ്ങളെപ്പോലുള്ളവർക്ക്. ഞങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. മണിയാശാനി, പിന്നെ കിഴക്കൻ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ഭൂവുടമകളുമായിട്ടുള്ള തർക്കങ്ങൾ, അക്കാര്യത്തിലൊക്കെ വലിയ പോരാട്ടം നടത്തിയ ചരിത്രമാണ് മണിയാശാനുള്ളത്. ആ രീതിയിലാണ് കേരളം മണിയാശാനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മണിയാശാൻ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ചില സവിശേഷ പ്രയോഗങ്ങളിലൂടെയാണ്. ആ പ്രയോഗം വിവാദമാകുന്നു, അതിൻ്റെ തുടർച്ചയായി വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നു. അങ്ങനെയൊന്നും അറിയപ്പെടേണ്ട ഒരാളല്ല മണിയാശാൻ. അപ്പോൾ മണിയാശാന് വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. അത് പാർട്ടിക്ക് അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഇപ്പോൾ മണിയാശാൻ അക്കാര്യത്തിൽ സ്വയം ഒരു നിയന്ത്രണം പാലിച്ചാൽ മണിയാശാൻ വേറൊരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നേതാവല്ലേ കേരളത്തിൽ? എന്നെ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ അത് പക്ഷേ മണിയാശാന്റെ ചില പ്രയോഗങ്ങളാണ്. കുനിപ്പ് നിങ്ങൾ ചുമ്മാ ഇല്ലാത്ത കുനിപ്പ് പറഞ്ഞ് എന്നെ വെട്ടിലാക്കാൻ വേണ്ടി നോക്കുക. എന്നെ ഇപ്പോഴും കേരളം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ എല്ലാ ജനവും എന്നെ അംഗീകരിച്ചോണ്ടൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റെന്ന് തോന്നുന്ന അത് തിരുത്തുന്നതിലും എനിക്ക് യാതൊരു മടിയില്ല. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ കാര്യത്തിൽ തുറന്ന മനസ്സാണ് എനിക്കുള്ളത്. പക്ഷെ മണിയാശാനെ രണ്ടാമത് മന്ത്രിയാക്കാതിരുന്നത് മോശമായിപ്പോയി. അതൊന്നും ജീവിതകാലം മുഴുവൻ മന്ത്രിയാക്കാൻ പറ്റുമോ? ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ചു ചെന്ന് സാധാരണക്കാരനായ ഞാൻ പാർട്ടിയിൽ 10-27 വർഷം ജില്ലാ സെക്രട്ടറിയായി. പിന്നെ ദീർഘനാൾ അതിന് മുമ്പ് താലൂക്ക് സെക്രട്ടറി, ഒരുപിടി ജോലികൾ ചെയ്തു. MLA, മന്ത്രിയാക്കി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമല്ല. വലിയ പ്രവർത്തനമൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോഴും ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള ഞാൻ വായിച്ചും പഠിച്ചും പ്രവർത്തിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എന്നെ ധീരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അല്ലാതെ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലാതെ എന്നെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാക്കിയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഒന്ന്. രണ്ട്, മന്ത്രിയാക്കിയിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച വകുപ്പും ചുമതലയും നല്ല ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതാണ്. അതിന് വ്യത്യസ്തമായി ഒരു നിലപാടും പാർട്ടിക്കില്ല. 2024, അതായത് ഈ വർഷം മണിയാശാനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ മന്ത്രിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്രാവശ്യം അവിടെ നിന്നൊരു MP വേണ്ടേ? അപ്പം കോൺഗ്രസ് ഏറ്റവും ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് ഇടുക്കി. മണിയാശാൻ്റെ ജില്ലയാണ്. മണിയാശാൻ്റെ പ്ലാൻ എന്താണ്? അവിടെ നിന്ന് ഒരാളെ ജയിപ്പിച്ചെടുക്കണ്ടേ ഇടതുപക്ഷത്തിന്? അത് നമ്മൾ നോക്കും. തെരഞ്ഞെടുപ്പ് വരട്ടെ, അന്നേരത്തെ സാഹചര്യം അനുസരിച്ചല്ലേ നമ്മുടെ നിലപാടുകൾ. തെരഞ്ഞെടുപ്പിങ് എത്തി, 2 മാസമേ ഉള്ളൂ. എങ്ങനെ അതെല്ലാം വരുന്നല്ലേ ഉള്ളൂ. വരുമ്പോൾ നമ്മൾ 2 മാസത്തിനുള്ളിൽ നമ്മൾ ഇനി അത് തിരിച്ചു പിടിക്കാമെന്ന് നമ്മൾ നോക്കും. നമ്മൾ ചെയ്യാവുന്ന ഫൈറ്റ് മുഴുവൻ നടത്തും. മണിയാശാന്റെ മനസ്സിലൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? ഇല്ല, ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല. അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ലേ. എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ട് മാത്രം കാര്യവുമില്ല. അതൊക്കെ പാർട്ടി കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പാർലമെൻറ്റ് സീറ്റ് ആകുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയും വരെ യുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് തീരുമാനം. ആരാഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് പിന്നോട്ട് പോയാൽ മണിയാശാൻ വലിയൊരു VS അച്യുതാനന്ദൻ്റെ സഹയാത്രികനായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് മണിയാശാൻ ഈ VSുമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നത്? മണിയാശാന് അതൊക്കെ ഓർത്തെടുക്കാനുള്ള സമയമായില്ലേ? അങ്ങനെ ഒന്നും ആത്യന്തികമായി അങ്ങനെ ഒന്നും ഒരകൽച്ചയില്ല. നിങ്ങൾ ചുമ്മാ ഗുണമെന്ന് അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. EMS
എസിനോട് അങ്ങേയറ്റം ആരാധനയാണ്. കാർൽ മാർക്സ് വലിയ ആരാധനയാണ്. AKG വലിയ ആരാധനയാണ്. VSനോട് അങ്ങേയറ്റം ആരാധനയാണ്. നായനാരോട് വലിയ ആരാധനയാണ്. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരോടും ആരാധനയും സ്നേഹവും ബഹുമാനവുമാണുള്ളത്. പിന്നെ നിങ്ങൾ ഇനിയിപ്പം VS പക്ഷം മറ്റേ പക്ഷം മറിച്ച പക്ഷം അത് നിങ്ങളുടെ ഒരു പ്രയോഗമാണ്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമില്ല. അല്ല, VSന്റെ ഒരു അടുത്ത ലെഫ്റ്റനന്റ് ആയിരുന്നു മണിയാശാൻ. പിന്നീട് പിണറായി പക്ഷത്തേക്ക് മാറി. നിങ്ങൾ ചുമ്മാ ലെഫ്റ്റനന്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും EK നായനാരും EMS നമ്പൂതിരിപ്പാടും ഇപ്പം ഉള്ള ഗോവിന്ദും മാസും എല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അവരോട് എല്ലാവരോടും എനിക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അവരുടെ എല്ലാം കീഴിൽ അവരുടെയും കൂടെ കീഴ്ഘടകത്തിലെ പ്രവർത്തകൻ എന്ന നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. ഈ ശത്രുക്കൾ പറയുന്നത് മണിയാശാന്റെ സഹോദരനെ തൊട്ടപ്പോഴാണ് മണിയാശാൻ VS പക്ഷത്ത് നിന്ന് പിണറായി പക്ഷത്തേക്ക് മാറിയെന്നാണ്. അത് നിങ്ങളുടെ ഒരുമാതിരി തോന്നിയാസം പറച്ചില്ല. അതിന് ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാനത് പറയുന്നില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, അനർഘ നിർഗളം ഒഴുകി വരുന്ന ആ ഭാഷയിൽ നിന്ന് എന്ത് പദപ്രയോഗമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു